ഒരു നവജാത ശിശുവിന് 6 മാസത്തോളം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയും കാലം ഉള്ളതുകൊണ്ട് അമ്മമാർ ശരിയായ രീതിയിൽ മുലയൂട്ടാൻ പഠിക്കണം. അല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും ഇതൊരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയായി മാറും. എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടേണ്ടത് എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. അപ്പൊ അതിനായിട്ട് പലതരം പൊസിഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ സാധാരണ ഫീഡ് ചെയ്യുന്ന പോലെ, അതായത് കുഞ്ഞിന്റെ തല അമ്മയുടെ എൽബോ ഇവിടെ വരുന്ന രീതിയിൽ വെച്ച് കിടത്തി നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം. അതായത് ഇടതുവശത്തെ മുലയൂട്ടലാണെങ്കിൽ ഇടതേ കയ്യിൽ കുഞ്ഞിനെ കിടത്തുക. പിന്നെയുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇടതുവശത്ത് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലത്തെ കൈ കൊണ്ട് കുഞ്ഞിനെ പിടിക്കുക. കാരണം കുഞ്ഞിന്റെ തല നമ്മുടെ വലത്തെ കയ്യിലിരിക്കും, അതിന്റെ കുഞ്ഞിന്റെ ദേഹം ഇവിടെ കിടക്കും. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കൺട്രോൾ കിട്ടും കുഞ്ഞിനെ എങ്ങനെ പിടിക്കണം എന്നുള്ളത്. പിന്നെ ഒന്നുള്ളത് ഫുട്ബോൾ പൊസിഷൻ, അതായത് കുഞ്ഞിനെ നമ്മളിങ്ങനെ ഇവിടെയാണ് കുഞ്ഞിനെ കിടത്തുന്നത്. എന്നിട്ട് കുഞ്ഞിന്റെ തല നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായി റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ബ്രസ്റ്റ് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കുട്ടികൾ, അതായത് ട്വിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിൽ നിന്നും ഒരുമിച്ച് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. പിന്നെ ചില അമ്മമാർക്ക് കിടന്ന് ഫീഡ് ചെയ്യാനാണ് സൗകര്യം. കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രിയൊക്കെയാണ് കൂടുതലും ഉറങ്ങി കുഞ്ഞിന്റെ മേത്ത് വീഴാതെ നോക്കണം. അതും വളരെ കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക്. പിന്നെ ഒന്നുള്ളതിന് ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് കൊടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നടുവെല്ലാം നിവർത്തി വെച്ചില്ലെങ്കിൽ നമ്മൾ അമ്മമാർക്ക് വീണ്ടും നടുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർ മടിയിൽ കുഞ്ഞിനെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ തല പിടിച്ച് വെച്ച് ഫീഡ് ചെയ്യും. ഇങ്ങനെ പലതരത്തിലും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി ഫീഡ് ചെയ്ത് വരാൻ പറ്റില്ല. മിക്കവാറും ഒരു 1/4 മണിക്കൂർ നേരത്തെ പരിപാടിയാണ്, എസ്പെഷ്യലി ആരംഭത്തിൽ. അതുകൊണ്ട് അമ്മമാർ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരവരുടെ ആഹാരവും കഴിച്ച് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് വേണം ഇരിക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു പുസ്തകം കയ്യിലെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. മൊബൈലൊക്കെ ഉപേക്ഷിക്കാനാണ് നല്ലത്. ആ സമയമാണ് അമ്മയ്ക്കും കുഞ്ഞിനായിട്ടുള്ള ബോണ്ടിങ്ങിനുള്ള ബെസ്റ്റ് സമയം. അപ്പം നമ്മൾ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിച്ച്, വേറെ വല്ലവരും വരികയാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴും കുഞ്ഞിനെ തന്നെ നോക്കി സംസാരിക്കുക ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള കുഴപ്പങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും.